പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനദീപ്തിയിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മരിച്ചു കഴിയുമ്പോൾ ദൈവദൂതന്മാരെ പോലെ ആകുന്നു എന്നാണ് ഈശോ പഠിപ്പിച്ചത്. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ അങ്ങനെയൊന്നുമില്ല. ദൈവദൂതന്മാരെ പോലെ നമ്മളും ആകുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ജന്മം, അതായത് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നമ്മൾ ദൈവദൂതന്മാരാകുകയാണെങ്കിൽ അവരെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ആദം ഹവ്വായെയും പർദീസായിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ദൈവം അവർക്ക് സഹായത്തിനായി, കൂട്ടിനായി മാലാഖമാരെ കൂട്ടിന് വിട്ടെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതെ, ആ മനുഷ്യൻ ഭൂമിയിലുടനീളം അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെടാതിരിക്കുന്നതിനും അവന് ദൈവികതമനുസരിച്ച് ജീവിച്ച് പാപസാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വർഗപ്രാപ്തി ലഭിക്കുവാൻ ദൈവം എല്ലാ മനുഷ്യർക്കും ദൈവദൂതന്മാരെ കൂട്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏത് മനുഷ്യനും കൂട്ടിന് കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സൃഷ്ടജാലങ്ങൾക്കെല്ലാം അവരുടെ അസ്തിത്വത്താൽ തന്നെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അവന് ദൈവം ബുദ്ധിശക്തി നൽകിയിട്ടുണ്ട്. അവൻ്റെ ബുദ്ധിശക്തിയും കഴിവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. മാലാഖമാർ ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് ചേർന്ന് മനുഷ്യകുലവും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് മനുഷ്യനിലേക്ക് സ്വർഗീയ അനുഭവം കടന്നു വരുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്ക് മാലാഖമാരെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ്. പലർക്കും എത്ര മാലാഖമാരുണ്ടെന്ന് ചോദിച്ചാൽ 3 ഗണം 9 ഗണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? എന്നാൽ ഹേനോക്ക് എന്നൊരു മനുഷ്യൻ ആദത്തിൻ്റെ 7ാം തലമുറയിൽപ്പെട്ടതാണ് ഹേനോക്ക്. ഈ ഹേനോക്കിനെ കൊണ്ട് ഒരു പാപവും ചെയ്യിപ്പിക്കാതെ ദൈവം വിശുദ്ധി വളർത്തി അവസാനം മിഖായേൽ മാലാഖ ഹേനോക്കിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി സ്വർഗമെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ്. സ്വർഗത്തിന് 10 തട്ടുണ്ടെന്നാണ് ഹേനോക്ക് പറയുന്നത്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, ഇങ്ങനെ 7 സ്വർഗം വരെ ആദ്യം ഹേനോക്കിനെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞാണ് ഹേനോക്ക് മരിക്കുന്നില്ല. ഹേനോക്കിനെ നേരിട്ട് ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയായത്. കാരണം അത്രമാത്രം പരിശുദ്ധനായിട്ടാണ് ഹേനോക്കായിരുന്നത്. അതുകൊണ്ട് ഹേനോക്ക് പറയുന്നത് ഈ 1-ാം സ്വർഗം ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ബലൂൺ പോലെ തൂങ്ങിക്കിടക്കുന്നതേ ഉള്ളൂ ഭൂമി എന്നാണ്. ഈ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നത്. പണത്തെ സമ്പാദിക്കുക, അധികാരം സമ്പാദിക്കുക, അങ്ങനെ എല്ലാ നേട്ടങ്ങൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ആ ഭൂമി എന്ന് വേണേലും നശിക്കാവുന്നതാണ്, അല്ലേ? അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ ദൈവം ഓരോ കാവൽ മാലാഖമാരെ കൂട്ടു തന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലൂടെ പറയുകയാണ്. നിങ്ങൾ ഈ ചെറിയവരിൽ ആരെയും കരയിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. കാരണം എന്താണ്? ഈ മാലാഖമാർ, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാർ സദാസമയവും ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടായിരിക്കുന്നു. അവർ നമ്മളെ ഓരോ പൈതലും കരയുമ്പോഴും വേദനിക്കുമ്പോഴും അവർ ദൈവത്തെ അറിയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഹേനോക്ക് പറയുന്നത്, ഹേനോക്കിൻ്റെ 1, 2, 3, 4 പുസ്തകങ്ങളുണ്ട് ഹേനോക്ക് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നത് എത്ര പേരുണ്ട്. ഹേനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ 7-ാം സ്വർഗത്തിൽ എണ്ണാൻ പറ്റാത്ത കണക്കിൽ മാലാഖമാരെ കണ്ടു. ഇങ്ങനെ പറയുന്നത്. അവ അനവധിയും കോടികളുടെ കോടികളും അടങ്ങിയ ഗ്രൂപ്പുകളായിരുന്നു. അവിടെ ദർശിച്ചത്
1,64,034 കിൻഡ്യൻ എന്നാണ് പറയുന്നത്. കിൻഡിലിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അതിൻ്റെ എണ്ണം അറിയത്തില്ല അല്ലേ. അത്രമാത്രം പേരെ കണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഭൂമിയിൽ ചിലർക്കൊക്കെ ദൈവം അവരെ കാണാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ആൽബ്രട്ട് എന്ന് പറയും. വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ അധ്യാപകനായിരുന്നു. 9 വ്യൂഹം മാലാഖമാരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിനൊരു ദർശനം കാണിച്ചു കൊടുത്തു. അത് പറയുന്നത് ദൈവത്തിൻ്റെ രഥങ്ങളായും 1000 കോടിയുമാകുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ദാവീദിന് ലഭിച്ച ഈ ചെറിയ ദർശനത്തിലൂടെ 20,000 രഥങ്ങൾ ആകാശത്തിലെ നക്ഷത്ര വഴിയിലൂടെ കാണുന്നതായിട്ട് മോശ പറയുന്നുണ്ട്. അപ്പം പ്രിയപ്പെട്ടവരെ, മോശ കാണുന്നുണ്ട് സൈന്യസമേതം ദൈവം സീനായി മലയിലേക്ക് വന്നത്. അത് മിന്നൽ പിണര് പോലെ, ഇടിവാള് പോലെ, അതുപോലെ മല മുഴുവനും പ്രകാശം കൊണ്ട് ത്രസിക്കുന്നതായിട്ടും മല കുടുങ്ങുന്നതായിട്ടും കണ്ട അനുഭവം മോശ കണ്ടു. കാരണം അത്രമാത്രം കോടാനുകോടിയെന്ന് പറയത്തില്ല, അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാലാഖമാരെ എല്ലാം ദൈവം നമുക്ക് സഹായത്തിനായിട്ട് തരുന്നുണ്ട്. നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തണം. നമ്മൾ ആവശ്യം വരുമ്പോൾ അവരെ വിളിക്കണം. അത് വിളിക്കണമെങ്കിൽ നമ്മൾ മാലാഖമാരെ കുറിച്ച് പഠിക്കണം. ഒരിക്കൽ ഇടുക്കി ജില്ലയിൽ ഒരു വലിയ ഭൂമികുലുക്കം ഉണ്ടായി. 1-ാം ദിവസം അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. അല്പമൊക്കെ പേടിച്ചു. വലിയ കുലുക്കം ഉണ്ടായി. 2-ാം ദിവസം ഉണ്ടായി. രാത്രി പാതിരായ്ക്ക് എന്നെ കട്ടിലേന്ന് പതുക്കെ കട്ടിലിങ്ങനെ ചായച്ചെന്നെ ഇറക്കി വിട്ട അനുഭവം ഉണ്ടായി. ഭയങ്കര ചുഴലിക്കാറ്റൊക്കെ ആയിരുന്നു. 3-ാം ദിവസം വലിയൊരു ഇതാ ഉണ്ടാകാൻ പോകുന്നു, മുല്ലപ്പെരിയാർ പൊട്ടും, അങ്ങനെ അന്തരീക്ഷം മുഴുവനും എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ശബ്ദങ്ങൾ, ഇരുണ്ടുപോലെ സൂര്യനൊന്നും വലിയ കാര്യമായിട്ട് പ്രകാശിക്കുന്നില്ല. പക്ഷിമൃഗാദികളൊക്കെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം കണ്ടാൽ നമുക്കൊരു ഭയം തോന്നുമായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ മരണത്തിന് ഒരുങ്ങുക. പള്ളിയിൽ പോകാത്തവരൊക്കെ പള്ളിയിൽ പോകാൻ തുടങ്ങി. എന്നിട്ട് പിള്ളേരെന്നോട് പറയുകയാണ്, കുർബാന കഴിഞ്ഞ് വരും പിള്ളേർ പറയും, സിസ്റ്ററെ നാളെ നമ്മൾ ആരും ഇവിടെ കാണുകയല്ല കേട്ടോ, നമ്മളെല്ലാവരും മണ്ണിനടിയിലാവുമല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് പിള്ളേർ. ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു നല്ല വരങ്ങളൊക്കെ ഉള്ള ഒരു ചേച്ചി എനിക്ക് ഫോൺ വിളിക്കുകയാണ്. ക്ലെയർ സിസ്റ്ററിനെ എന്തിനാ ദൈവം അവിടെ കൊണ്ടുവന്നാക്കിയത്? ഏലിയ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മഴ നിന്നില്ലേ? ക്ലെയർ സിസ്റ്റർ എൻ്റെ ഭൂമി കുലുക്കം നിൽക്കട്ടെ എന്ന് പറയാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആരാ അത് പറയാൻ? ഞാൻ വെറും ഒരു നിസാര സിസ്റ്ററാണ്. എങ്കിലും ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ സീനായി മലയിലേക്ക് ദൈവം സൈന്യസമേതം വന്ന പോലെ ഇടുക്കി മലകളിലേക്ക് വന്നു നിൽക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ സീനായി മലയിലേക്ക് സൈന്യസമേതം വന്ന ദൈവമേ, നീ ഇടുക്കി മലകളിലെല്ലാം വന്ന് നിന്ന് ഈ മലകളെല്ലാം, എല്ലാ മലകളിലും മാലാഖമാരെ നിർത്തണം, മലകളെല്ലാം ശാന്തമാകട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ. പിന്നെ ഉണ്ടായിട്ടില്ല അവിടെ. അപ്പം ഞാൻ പറയുന്നത്, ഈ മാലാഖമാരെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ബൈബിളിലൂടെ കാണുന്നുണ്ട്. ഒത്തിരി പേരെ രക്ഷിക്കുന്നതായിട്ട് മാലാഖമാരെ കാണുന്നുണ്ട്. ദൈവം തൻ്റെ സന്ദേശങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുത്ത് മനുഷ്യകുലത്തെ നല്ല രീതിയിലൂടെ നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി പേരെ വിശുദ്ധരെല്ലാം നയിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ സാത്താനെ ബന്ധിക്കുന്ന മാലാഖമാരുണ്ട്. നമ്മൾ മിഖായേൽ മാലാഖയോട് എന്നും പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ. അപ്പം മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിക്കുന്നു. കാവൽ മാലാഖമാരെ എന്തിനാ തന്നിരിക്കുന്നത്? ഈ പൈതൽ മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ യോഗ്യത അനുസരിച്ച് എവിടെയാണോ അവൻ്റെ ജീവിതം, എങ്ങനെയുള്ള ജീവിതമായിരുന്നോ അതനുസരിച്ച് അവനെ കൊണ്ടുവന്ന് അവിടെ ആക്കണം. അപ്പോൾ അവൻ എന്തെല്ലാം അപകടങ്ങൾ വരുന്നുണ്ട്, പൈശാചിക പീഡനങ്ങൾ വരുന്നുണ്ട്, ഇതെല്ലാം അവനെ രക്ഷിക്കണം. പ്രത്യേകിച്ചും നമ്മളെ സഹായിക്കാനായിട്ടാണ് കാവൽ മാലാഖമാരെ ഏൽപ്പിക്കുന്നത്. എന്ത് പറഞ്ഞാലും മാലാഖമാർ നമ്മൾ പറയുന്നത് അനുസരിക്കും. നമുക്കൊരു ഓർമ്മശക്തി തരാൻ, നമ്മുടെ സാധനങ്ങൾ കാണാതെ പോയെങ്കിലും എടുത്തു തരാൻ, ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അവരെ കണ്ടുപിട്ടാൻ വിഷമമായിരിക്കും. ചിലപ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല. അപ്പോൾ മാലാഖ, എൻ്റെ മാലയോട് ഞാൻ പറയും, മാലാഖേ
അവരുടെ കാവൽമാലായെ വണങ്ങണം, എന്നിട്ട് ഇതൊന്ന് ഇന്ന കാര്യമൊന്ന് സാധിച്ചു തരണം. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ ജീവിതത്തിലുണ്ട്. അത് കാവൽമാലാഹമാർ ചെയ്യുന്നതാണ്. അപ്പം മാലാഹമാർക്ക് വലിയ ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇത് മാത്രമല്ല, നവവൃന്ദം മാലാഹമാരെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ, നമ്മളെല്ലാവരും അത് പ്രാർത്ഥിക്കുന്ന. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം സിംഹാസനസ്ഥനായി ദേവാലയത്തിലിരിക്കുന്നു. അവിടെ സെറാഫ് മാലാഹമാർ ദൈവത്തിൻ്റെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഉണ്ടോ? ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി അവിടെ മുഴുവൻ നിറയാണ്. ദേവാലയം മുഴുവനും നല്ലൊരു അനുഭവം ഉണ്ടാകുകയാണ്. അപ്പോഴാണ് ഇത് കണ്ട് ഏശയ്യാ പ്രവാചകന് ഉള്ളൊരുകി കരയുകയാണ്, ഞാൻ അശുദ്ധനാണ്. കേട്ടോ, സ്വന്തം അശുദ്ധി കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുന്നിൽ വരുമ്പോഴാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് പാപമില്ലാതെ ഇരിക്കണം. വിശുദ്ധരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവ് അത് എന്തുമാത്രം വിലയുള്ളതാണെന്ന് പറഞ്ഞാൽ തീരുകയില്ല, എന്തുപോലും മനോഹരമാണെന്ന് പറഞ്ഞാൽ തീരുകയില്ല. അപ്പോൾ ഈ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ പാപം മൂലം നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. ഈ അഴുക്ക് നിറഞ്ഞതായിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപം മൂലം നമ്മുടെ ആത്മാവ് തന്നെ അഴുക്ക് നിറഞ്ഞതുകൊണ്ട് നമുക്കാർക്കും ദൈവത്തെ കാണാനോ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനോ സാധിക്കുന്നില്ല. ഇവിടെ ഏശയ്യാ പ്രവാചകൻ നിലവിളിച്ചു, അനുതപിച്ചു കരഞ്ഞു, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനാണ്, എൻ്റെ അധരവും അശുദ്ധനാണ് ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ ഇതാ സെറാഫിക് മാലാഹമാർ ദിവ്യകാരുണ്യമാകുന്ന ആ തീക്കട്ട അദ്ദേഹത്തിൻ്റെ നാവിൽ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞ പാപം അദ്ദേഹത്തിൻ്റെ നാവ് മൂലം ചെയ്യുന്ന പാപമായിരുന്നു. ഉടനെ ദൈവം അത് വിശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തുടങ്ങി. ഇനി ആരെ അയക്കണം? ദൈവത്തിൻ്റെ സ്വരം അവൻ കേട്ടു, എന്നെ അയച്ചോ ദൈവമേ എന്ന് അവൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പം മാലാഹമാർ നമ്മുടെ ചുറ്റുമുണ്ട്. കൊടാനുകൊടി മാലാഹമാർ ദൈവ പൈതലായ നമ്മൾ ഓരോരുത്തരും നശിക്കാതിരിക്കാൻ നമ്മുടെ കൂടത്തിൽ തന്നെയുണ്ട്. നമ്മളിവരെ വിളിക്കാത്തതും അവരെ നമ്മൾ ക്ഷണിക്കാത്തതും എല്ലാം അവർക്കും വിഷമമുണ്ട്. അവരോട് നമ്മളൊരു ആലോചന ചോദിക്കാത്തതെന്ന് അവർക്ക് വിഷമമുണ്ട്. ഒരിക്കൽ ഒരു പെൺകുട്ടി പറയാണ്, അവൾക്ക് എത്ര ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒരു ജോലി കിട്ടുന്നില്ല. 21ാമത്തെ പ്രാവശ്യം അവൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്നെ വിളിച്ചു, സിസ്റ്റർ 21ാമത്തെ ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കാവൽമാലയോട് പറയും, എൻ്റെ കാവൽമാലാകെ ആ കുട്ടിയുടെ കാവൽമാലയെ വണങ്ങിയിട്ട് ആ മാലാകെ കൊണ്ട് എങ്ങനെയല്ലോ ഒന്ന് ജോലി മേടിച്ച് കൊടുക്കാൻ പറയും. പ്രിയപ്പെട്ടവരെ, ഞാനത് കഴിഞ്ഞ് കാണുന്ന ഒരു സംഭവം ഇതാണ്. അവൾ ഒരു ഉത്തരം ചോദ്യപേപ്പറിൽ എഴുതാതെ ഒരു പേപ്പർ, അതിൽ ഈ ഒരു വലിയൊരു മനുഷ്യൻ, വെള്ളവസ്ത്രധാരിയ മനുഷ്യന് ചുമ്മാ ഉത്തരം തന്നെ എഴുതി മാർക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ചോദ്യോത്തരം ഒന്നും എഴുതാതെ നിങ്ങളിങ്ങനെ മാർക്ക് തന്നെ ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു. കിടക്കട്ടെന്നേ, കയറിപ്പോട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ന് അവൾക്ക് ജോലി കിട്ടി, നല്ലൊരു ജോലി ഹൈദരാബാദിൽ കിട്ടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ തോൽവിക്കൂന്ന് പേടിച്ചിരിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾക്കൊരു കാവൽമാലാഹ ഉണ്ടല്ലോ, ആ മാലാഹയോട് പറയണം, ഈ പേപ്പർ നോക്കുന്ന ആളുടെ ഒരു മാലാഹയുണ്ട്, ആ മാലാഹയെ വണങ്ങി നല്ല മാർക്ക് ഇടിയിക്കണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 2 സിസ്റ്റേഴ്സ് മംഗലാപുരത്ത് പഠിക്കുക. അവർ പറയണം 3 വിഷയത്തിന് 0 കിട്ടുള്ളൂ സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ മാലാഖമാരെ ദൈവം നമുക്ക് കൂട്ടിന് തന്നത് നമുക്കെല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ വഴി നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ നവവൃന്ദ മാലാഖമാരിലെ പ്രധാനപ്പെട്ട ഒരാളാണ് സെറാഫിക് മാലാഖമാർ. അപ്പോൾ ഇവർ നമ്മളെ എപ്പോഴും ദൈവത്തിൻ്റെ ഹോളിനെസ്സിൽ പങ്കുചേർത്തും ദൈവസ്നേഹാഗ്നിയാൽ നമ്മളെ ജ്വലിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം വർഷിച്ചു തരുന്ന മാലാഖയോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെയാണ് ക്രോവേൻ മാലാഖമാർ. ഇവരെയാണ് ദൈവത്തിൻ്റെ തോട്ടം, ജീവൻ്റെ വൃക്ഷം കാക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ മാലാഖമാരുടെ ദൗത്യം പ്രത്യേകിച്ച് അവർ ദൈവത്തിൻ്റെ ജ്ഞാനം വർഷിക്കുന്നവരാണ്. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം
അറിവൊക്കെ തരുന്ന മാലാഖമാരാണ്. ഒപ്പം അവർ ദൈവത്തിൽ ലയിച്ചിരിക്കാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് തരുന്നവരാണ്. അപ്പം നമുക്ക് മാലാഖമാരുടെ പടം വെച്ച് നമ്മൾ കണ്ടാൽ പോരാ, ഇവരോട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. ഇവരെല്ലാം ദൈവത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വൃത്തമായി കഴിയുന്നെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ഒരു വൃത്തം എന്ന് പറയുന്നത് ഭദ്രാസന്മാരായ മാലാഖമാരാണ്. ഇവർ ദൈവത്തിൻ്റെ സ്വരം നമ്മളെ കേൾപ്പിക്കും. ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി ഇവർ നമ്മളെ എന്താണെന്ന് പറഞ്ഞു തരും. ഒരിക്കലും ഗോവയിൽ നിന്നൊരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറയാം, സിസ്റ്ററെ, ആ ഭദ്രാസന്മാരായ മാലാഖമാരുടെ സ്വരം ഞാൻ കേട്ടു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇന്ന് വേറെ റൂട്ട് മാറിപ്പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ റൂട്ട് മാറിപ്പോയി. വീട്ടിൽ ചെന്നപ്പോൾ അറിയുന്ന ഒരു കൊട്ടേഷൻ ജീപ്പ് പുറകെ വരുന്നുണ്ടായിരുന്നു ഇയാളെ കൊല്ലാൻ വേണ്ടി. പക്ഷേ റൂട്ട് മാറുന്നതുകൊണ്ട് വധിച്ചില്ല എന്ന് പറയാം. അപ്പം പ്രിയപ്പെട്ടവരെ, അങ്ങനെ വേണ്ടത് വേണ്ട പോലെ പറഞ്ഞു തന്ന് പഠിപ്പിച്ച് നമ്മളെ നയിക്കുന്ന മാലാഖമാരുണ്ട്. ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തുകയില്ലെന്നാണ് പറയുന്നത്. അടുത്ത ഒരു സ്റ്റെപ്പുള്ള ആധിപത്യന്മാരും അധീശന്മാരുമായ മാലാഖമാരാണ്. ഇവരെപ്പോഴും നമ്മളിലുള്ള ദുർവാസനകളെ പിന്തുടരാതെ അതെല്ലാം ഇല്ലാതാക്കി നമ്മളെ നയിക്കുന്ന മാലാഖമാരാണ്. മാത്രമല്ല സത്യവും നീതിയും നമുക്ക് സ്ഥാപിച്ചു തരുന്നവരാണ്. ചിലരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമല്ല, അവരങ്ങനെ വിധിച്ചു ഇങ്ങനെ വിധിച്ചു. ഞാൻ പറയും, ഈ മാലാഖമാരോട് പ്രാർത്ഥിക്കാൻ പറയും. പ്രിയപ്പെട്ടവരെ, ഭയങ്കര അത്ഭുതമാണ് ഈ മാലാഖമാർ ചെയ്യുന്നത്. അതുപോലെ താത്വികന്മാരായ മാലാഖമാർ അടുത്ത വൃന്ദത്തിലുള്ളവർ. അവരുടെ ജോലി എന്താണ്? അവർ ദൈവിക രഹസ്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന. ഒരു ബൈബിള് വായിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നമുക്കെല്ലാം അറിയാവും അല്ലേ? ഈ മാലാഖമാർ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ വിശുദ്ധ കുർബാന, കൂദാശകൾ, ഇവിടെ എല്ലാം ഉള്ള ദൈവിക രഹസ്യങ്ങളൊക്കെ ഇവർ വെളിപ്പെടുത്തി തരും. മാത്രമല്ല, നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അധികാരം കൂടി ഈ മാലാഖമാർ തരും. ചിലർ അറിയോ, എനിക്ക് പേടിയാണേ പറയാമെന്ന് പറയാം അല്ലേ? അപ്പോൾ ഈ മാലാഖമാർ നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. പിന്നെയുള്ളൊരു ഗ്രൂപ്പാണ് പ്രാഥമികന്മാരായ മാലാഖമാർ. ഇവരുടെ ജോലിയാണ് നമുക്ക് ദൈവരാജ്യം സംരക്ഷിച്ച് തരിക എന്നുള്ളതാണ്. നമ്മൾ പോകുന്നിടത്തെല്ലാം ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, വീട് വിൽക്കാൻ പറ്റുന്നില്ല, പെര പണിയാൻ പറ്റുന്നില്ല, അല്ലെ അങ്ങനെ തടസ്സം, ഇങ്ങനെ തടസ്സത്തിൻ്റെ മേൽ തടസ്സമാണ് അല്ലേ? ഇവരുടെ ജോലി എന്താ? അവിടെ ദൈവരാജ്യം കൊണ്ടുവരികയാണ്. സാത്താൻ്റെ ലോകരാജ്യം മാറ്റി ദൈവരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന മാലാഖമാരാണ് പ്രാഥമികന്മാരായ മാലാഖമാർ. അപ്പം നമ്മളത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ദാനിയേൽ അവസാന നാളത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പം ഗബ്രിയേൽ മാലാഖ ദൂതുമായി വരികയാണ്. അപ്പോൾ ലോകത്തിൻ്റെ ദൂതന്മാരെന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ ദൂതന്മാരാരാണ്? പിശാചുക്കളാണ്. അവർ തടസ്സപ്പെടുത്തി. അപ്പോൾ അവസാനം ഗബ്രിയേൽ മാലാഖ ചെയ്തത് മിഖായേൽ മാലാഖയെ പറഞ്ഞു വിട്ടു ഈ ലോകരാജ്യത്തിലുള്ളവരോട് യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ചെന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗബ്രിയേൽ മാലാഖയ്ക്ക് ഭൂമിയിലേക്ക് വരാൻ പറ്റി, ഈ സന്ദേശങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചു. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഈ അപകട മരണങ്ങളൊന്നും ദൈവം ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ ഈ മാലാഖമാരോട് നമ്മൾ പോകുന്ന വഴിയെല്ലാം ദൈവരാജ്യം നടമാടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അടുത്ത ഗ്രൂപ്പാണ് മിഖായേൽ സപ്താന്മാക്കൾ. അപ്പോൾ ഇവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ശത്രുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് മിഖായേൽ മാലാഖ. അപ്പോൾ മിഖായേൽ മാലാഖയോട് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നു. മാതാവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശത്രുക്കൾ വരുമ്പോൾ നിങ്ങൾ മിഖായേൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്, നമുക്ക് എപ്പോഴും സംരക്ഷണം കിട്ടാനായിട്ട്. അതുപോലെ ആ ഗ്രൂപ്പിലുള്ളവരെ സപ്താന്മാക്കൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ സപ്താന്മാക്കൾ എന്ന് പറയുമ്പോൾ മിഖായേൽ മാലാഖ, റഫായേൽ മാലാഖ, പിന്നെ ഉറിയേൽ, ജെർമിയേൽ, ഇങ്ങനെ 7 പേരുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും നമ്മളെ സഹായിക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളവരാണ്. അതുപോലെ നമ്മൾ സെറാഫ് മാലാഖ, ക്രോവേന്മാർ, ഇവരെല്ലാം നമ്മളെ സഹായിക്കുന്നവരാണ്. അതുപോലെ റഫായേൽ മാലാഖ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, തോബിത്തിൻ്റെ പുസ്തകത്തിലൊരു കൂട്ടുകാരനായിട്ട് തോബിയാസിൻ്റെ കൂട്ടത്തിൽ ചെല്ലുകയാണ് അല്ലേ? അതായത് കാവൽ മാലാഖമാരുടെ നേതാവാണ് റഫായേൽ മാലാഖ. അപ്പം നമ്മുടെ കൂടെ അവരുടെ ജോലി എന്താണ്?
വഴി തടസ്സം, മാർഗ തടസ്സങ്ങളെല്ലാം മാറ്റുക. വിവാഹം നടക്കുന്നില്ല, അവിടെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, വിവാഹം നടന്നിട്ട് ആദ്യ ഭർത്താക്കന്മാരെ വധിച്ചുകൊണ്ടിരുന്ന അസ്മോദേവൂസ് എന്ന് പറഞ്ഞ പിശാച് അതിനെ അവളിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞ് നല്ല കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്, അതുപോലെ യാത്രയ്ക്ക്. അപ്പം നമ്മൾ ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിലും നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളിതൊന്നും സ്വീകരിക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ മാലാഖമാരാണ് അന്ത്യവിധിക്ക് നമ്മളെ സഹായിക്കുന്നവർ. ഈശോ പറഞ്ഞിട്ടുണ്ട്, അന്ത്യവിധി കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം, മനുഷ്യൻ നല്ല വിത്തുകളെയെല്ലാം ശേഖരിച്ച് അല്ലാത്ത വിത്തുകളെയെല്ലാം തീ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന കാലഘട്ടം വരികയാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മാലാഖമാരെ നമ്മളിനി സംരക്ഷണത്തിനായിട്ട് നമ്മൾ വിളിക്കണം. നമുക്ക് ഇനിയുള്ള കാലഘട്ടം സ്വർഗം മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ. മനുഷ്യരിൽ നിന്നുള്ള സഹായം ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം തിന്മ കടന്നു വരുമ്പോൾ അത്രമാത്രം മാലാഖമാരെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. അവർ ചങ്ങലയുമായിട്ട് വരുന്നതാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്തിനാ? ഇവരെ ബന്ധിക്കാൻ. ഇനി ഈ ചങ്ങല എന്താണ്? ഈ ചങ്ങലയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല. ഉണ്ടോ? അപ്പം നമുക്ക് ജപമാലയിൽ പരിശുദ്ധ അമ്മയും കൂട്ടുവേണം നമുക്ക്. അപ്പം പരിശുദ്ധ അമ്മയോട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു മാലയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾക്ക് നിൻ്റെ തല അവൾക്ക് കുനിഞ്ഞു കൊടുക്കണം, കഴുത്തിൽ ചങ്ങല അണിയണം. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഈ ജപമാലയെക്കുറിച്ചാണ്. അപ്പം പലർക്കും ഈ ജപമാല എന്താണ്, അതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സാത്താനിൽ നിന്ന് നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നതാണ് ഈ ജപമാല. അപ്പം നമ്മൾ മാലാഖമാരെക്കുറിച്ച് അറിയണം. മാലാഖമാരെക്കുറിച്ച് അറിയാനായിട്ട് ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. എല്ലാ മാല അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ഈ അഭയ കേസ് വളരെ മോശമായിട്ടല്ല ആൾക്കാരിങ്ങനെ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ദാനിയേൽ സിംഹക്കുഴി കിടന്നപ്പം ശക്തരായ ദൂതന്മാർ വന്ന് സിംഹത്തിൻ്റെ വായടച്ചെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു പോയി, സിംഹത്തിൻ്റെ വായടച്ച ശക്തരായ ദൂതന്മാരെ ഇവരെക്കുറിച്ച് ഇല്ലാത്ത പറയുന്നവരുടെ നാവ് അടപ്പിക്കണമെന്ന്. പിന്നെ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളിങ്ങനെ മാലാഖമാരെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അവസരം വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുപോലെ നല്ല മരണത്തിനൊരുക്കുന്ന ഒത്തിരി വ്യത്യസ്തമായ ജോലികളാണ് ദൈവം ഓരോ മാലാഖമാരെ ഏൽപ്പിച്ചിരുന്നത്. ഓരോ ദിവസങ്ങൾക്ക് മാലാഖമാരുണ്ട്, ഓരോ രാജ്യത്തിനും മാലാഖമാരുണ്ട്. അതുപോലെ വ്യത്യസ്തമായ ജോലിക്കൊക്കെ ദൈവം മാലാഖമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്ക് മാലാഖമാരെ പോലെ ജീവിക്കേണ്ടവരാണ്. അതിന് വിശുദ്ധി നമ്മളെ വളർത്തണമെങ്കിൽ മാലാഖമാർ നമുക്ക് സഹായം വേണം. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എല്ലാവരെയും, നമ്മളെ തന്നെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ നാടിനെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. മാലാഖമാരെ സഹായിക്കും. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി മാലാഖമാരെ സൃഷ്ടിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, നീ മാലാഖമാരെ അയച്ച് ഞങ്ങൾക്ക് വേണ്ട സന്ദേശങ്ങൾ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ മാലാഖമാരോടൊത്ത് ഞങ്ങളും സ്വർഗത്തിൽ ഒന്നിച്ചു ചേരാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ നടക്കേണ്ട വഴി, ഞങ്ങൾ പോകേണ്ട വഴികളെല്ലാം സുരക്ഷിതമാക്കാൻ അവിടുന്ന് മാലാഖമാരെ കാവൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാലാഖമാരുടെ ആ ചൈതന്യത്തിൽ ഞങ്ങളെയും നയിച്ച് ഞങ്ങളെല്ലാ മനുഷ്യകുലവും അങ്ങയിൽ ഒന്നായി ചേരണം. ഈശോയെ, അങ്ങ് പ്രാർത്ഥിച്ചല്ലോ, പിതാവേ, അങ്ങ് ഞാനും ഒന്നായിരിക്കുന്നതല്ല ഇവരെല്ലാം നമ്മിലൊന്നാകണം. ദൈവപിതാവിൽ ഒന്നാകാനായിട്ട്, മനുഷ്യകുലത്തെ മുഴുവൻ ഒരുക്കാനായിട്ട് ധാരാളം മാലാഖമാരെ ഞങ്ങൾക്ക് അയച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.